ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകർ പുറപ്പെടുകയാണ്. മെയ് 9 ആദ്യത്തെ ഫ്ലൈറ്റ് ഹാജിമാരുമായി യാത്ര തിരിക്കും. ഇക്കുറി ഇന്ത്യയിൽ നിന്ന് 1,70,75,000 ആളുകൾക്കാണ് അവസരം കിട്ടിയിട്ടുള്ളത്. പരിശുദ്ധ ഭൂമിയിലേക്ക്, പുണ്യഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ അതിഥികളായ എല്ലാ തീർത്ഥാടകർക്കും അവരുടെ കർമ്മങ്ങളെല്ലാം സഫലമാകട്ടെ, പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി എല്ലാ ഭാവുകങ്ങളും വിജയങ്ങളും ആശംസിക്കുകയാണ്. ഇക്കുറി ഹജ്ജ് കമ്മിറ്റി മക്കയിലും മദീനയിലും എംബാർക്കേഷൻ പോയിന്റിലും എല്ലാം എല്ലാ സൗകര്യങ്ങളും നന്നായി ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് 1,70,75,000 ഹാജിമാര് പോകുന്നത് ഇക്കുറിയുള്ള ഒരു പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും ചെലവ് ചുരുങ്ങി ഹജ്ജിന് പോകുന്നവർ നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ നിന്നാണ് എന്നുള്ളതാണ് സന്തോഷകരമായ സംഗതി. ഏകദേശം 3.5 ലക്ഷം രൂപയ്ക്കാണ് ഞങ്ങൾ ആളുകളെ കൊണ്ടുപോകുന്നത്. ചില എയർപോർട്ടുകളിലെ എംബാർക്കേഷൻ പോയിന്റുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഹജ്ജിന് പോകുന്നവർ ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ഇത് ഇന്ത്യയുടെ പുതിയ ഹജ്ജ് നയത്തിന്റെ പ്രത്യേകത കൂടിയാണ്. പക്ഷേ ഒരു ചെറിയ സങ്കടം ഇവിടെ പങ്കുവെക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഏറ്റവും വലിയ ചെലവിൽ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരുമുണ്ട്. അത് നമ്മുടെ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് കൊണ്ടുപോകുന്നവരാണ്. അവർക്ക് 30% ഉണ്ടായിരുന്നത് നിരവധി പരാതികൾ, കൂടുതൽ കാശ് വാങ്ങുന്നു എന്നുള്ള പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 20% വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം 17,500 ആളുകളെ ഇക്കുറി സ്വകാര്യ മേഖലയുടെ അമിത ചാർജിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സർക്കാർ ചെലവിൽ അവരെ കൊണ്ടുപോകാനും സാധിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലർ ചിന്തിക്കും, ഈ ഹജ്ജ് കമ്മിറ്റി സ്വകാര്യ മേഖലയ്ക്ക് എതിരാണോ എന്ന്. അല്ല. പക്ഷേ വലിയ പരാതികളും വലിയ കൊള്ളയും നടക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ അല്പം നിയന്ത്രിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, എന്റെ ഹജ്ജ് കമ്മിറ്റിയുടെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്, പുതിയ ടീം വരാൻ പോവുകയാണ്. അവരോട് എനിക്ക് വെക്കാനുള്ള നിർദ്ദേശം, നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് കോട്ട 30-40% വർദ്ധിപ്പിക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ ഒരു നിബന്ധന വെക്കണം, ഗവൺമെന്റ് നിശ്ചയിക്കുന്ന തുകക്ക് അവർ കൊണ്ടുപോകണം. 3.5 ലക്ഷം ഗവൺമെന്റ് നിശ്ചയിക്കുമ്പോൾ ഒരു 50,000 1 ലക്ഷമോ ലാഭം എടുത്തോട്ടെ. അങ്ങനെയാണെങ്കിൽ 4.5 ലക്ഷം ആകാൻ പാടുള്ളൂ. പക്ഷെ 7 ലക്ഷം മുതൽ 8, 9, 10 ഒക്കെയാണ് വാങ്ങുന്നത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സ്വകാര്യ മേഖലയെ ഒരു മേശക്കിരുന്ന് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാണ്. വളരെ തുറന്ന സമീപനമാണ്. ഒരിക്കൽ കൂടി പുണ്യ ഭൂമിയിലേക്ക് പ്രാർത്ഥനകളുമായി ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പാതയിലൂടെ കടന്നു പോകുന്ന ഹാജിമാർക്ക് എല്ലാ ഭാവുകങ്ങളും എല്ലാ വിജയങ്ങളും അവരുടെ ഈ പ്രാർത്ഥന സർവശക്തൻ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.